വെൽക്കം ടു ആദീസ് PSC ഓൺലൈൻ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ SSA സോഷ്യൽ സയൻസ് സിലബസ് ബേസ്ഡ് ക്ലാസ്സാണ്. ഇതിൽ ജിയോഗ്രഫി പാർട്ടിൽ ബേസിക്സ് ഓഫ് റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ വിദൂര സംവേദനം എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. വിദൂര സംവേദനം. എന്താണ് വിദൂര സംവേദനം? ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. അപ്പം നേരിട്ട് സ്പർശിക്കുകയാണെങ്കിൽ സ്പർശബന്ധം കൂടാതെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു രീതിയെ നമുക്ക് വിദൂര സംവേദനം എന്ന് പറയാം. ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിക്കുന്നത് 1960-ലാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യമാണ് സംവേദകങ്ങൾ. ഇപ്പോൾ റിമോട്ട് സെൻസിങ്ങിൽ സംവേദകങ്ങൾ അല്ലെങ്കിൽ സെൻസേഴ്സ്. എന്താണ് സെൻസേഴ്സ്? വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ. അപ്പം സ്പർശബന്ധം കൂടാതെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ നമുക്ക് സെൻസേഴ്സ് എന്ന് പറയാം. ലഭിക്കുന്ന ഡാറ്റയുടെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവേദകങ്ങളെ രണ്ടായി തിരിക്കാം. അപ്പം നമുക്ക് ലഭിക്കുന്ന ഡാറ്റയുടെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവേദകങ്ങളെ രണ്ടായി തിരിക്കുന്നു. ഫോട്ടോഗ്രാഫിക് സെൻസർ, നോൺ ഫോട്ടോഗ്രാഫിക് സെൻസർ. ഫോട്ടോഗ്രാഫിക് സെൻസർ, നോൺ ഫോട്ടോഗ്രാഫിക് സെൻസർ. ഫോട്ടോഗ്രാഫിക് സെൻസറിന് എക്സാമ്പിളാണ് ക്യാമറ. നോൺ ഫോട്ടോഗ്രാഫിക് സെൻസറിന് എക്സാമ്പിളാണ് സ്കാനർ. എന്താണ് സ്കാനറുകൾ? വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്ന ദൃശ്യപ്രകാശത്തെയാണ് ക്യാമറ ഒപ്പിയെടുക്കുന്നത്. എന്നാൽ ഇവ കൂടാതെ വൈദ്യുത കാന്തിക വികിരണങ്ങളെ കൂടി രേഖപ്പെടുത്താൻ കഴിയുന്ന സങ്കീർണ ഉപകരണങ്ങളാണ് സ്കാനറുകൾ. നെക്സ്റ്റ്, സെൻസർ റെസൊല്യൂഷൻസ്. സെൻസസ് റെസൊല്യൂഷൻസ് 3 തരത്തിൽ പറയുന്നുണ്ട്. സ്പേഷ്യൽ റെസൊല്യൂഷൻ, സ്പെക്ട്രൽ റെസൊല്യൂഷൻ, റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്നത് ഒരു സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ വലിപ്പമാണ് ആ സെൻസറിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ. ഒരു സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ വലിപ്പമാണ് ആ സെൻസറിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്നത്. റെസൊല്യൂഷനിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് ഉപഗ്രഹ ചിത്രങ്ങളുടെ വ്യക്തതയിലും വ്യത്യാസമുണ്ടാകും. നെക്സ്റ്റ്, സ്പെക്ട്രൽ റെസൊല്യൂഷൻ. സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്നത് വൈദ്യുത കാന്തിക വികിരണത്തിൻ്റെ വിവിധ ബാൻഡുകളിലെ സെൻസറിൻ്റെ സംവേദന ശക്തിയെ സൂചിപ്പിക്കുന്നു. വൈദ്യുത കാന്തിക വികിരണത്തിൻ്റെ വിവിധ ബാൻഡുകളിലെ സെൻസറിൻ്റെ സംവേദന ശക്തിയെ സൂചിപ്പിക്കുന്നതാണ് സ്പെക്ട്രൽ റെസൊല്യൂഷൻ. ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ് സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്നത്. നെക്സ്റ്റ്, റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. അടുത്തതായിട്ട് പ്ലാറ്റ്ഫോം എന്താണെന്ന് നോക്കാം. സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലങ്ങളാണ് പ്ലാറ്റ്ഫോമുകൾ. സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലങ്ങൾ. ഈ പ്ലാറ്റ്ഫോം എന്നത് വിമാനങ്ങൾ, ബലൂണുകൾ, ഉപഗ്രഹങ്ങൾ എന്നിവയിലൊക്കെ സംവേദകങ്ങൾ സ്ഥാപിക്കാം. അപ്പോൾ ഇവയൊക്കെ എന്താണ്? പ്ലാറ്റ്ഫോമുകളാണ്. വിമാനങ്ങൾ, ബലൂണുകൾ, ഉപഗ്രഹങ്ങൾ ഇവയൊക്കെ പ്ലാറ്റ്ഫോമിന് ഉദാഹരണമാണ്. നെക്സ്റ്റ്, ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയും പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയും സംവേദനത്തെ തരംതിരിക്കാവുന്നതാണ്. ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പരോക്ഷ വിദൂര സംവേദനവും പ്രത്യക്ഷ വിദൂര സംവേദനവും ഉൾപ്പെടുന്നു. അതായത് ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം. ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പരോക്ഷ വിദൂര സംവേദനം, പാസീവ് റിമോട്ട് സെൻസിങ്, അതേപോലെ പ്രത്യക്ഷ വിദൂര സംവേദനം, ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. എന്താണ് പാസീവ് റിമോട്ട് സെൻസിങ്?
സൗരോർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പരോക്ഷ വിദൂര സംവേദനം. സൗരോർജത്തിൻ്റെ സഹായത്തോടെ, അവിടെ സൂര്യനിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചിട്ടാണ് അവിടെ വിദൂര സംവേദനം നടക്കുന്നത്, ഡയറക്റ്റ് അല്ല. അപ്പോൾ അവിടെ സൗരോർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പരോക്ഷ വിദൂര സംവേദനം. ഇവിടെ സംവേദകം സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ല, അത് സൂര്യനിൽ നിന്നുള്ള ഊർജം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. സംവേദകം അല്ലെങ്കിൽ സെൻസർ പുറപ്പെടുവിപ്പിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിൻ്റെ അഥവാ ഊർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. അപ്പം സെൻസറിന് ഉള്ള ഊർജത്തിൻ്റെ അല്ലെങ്കിൽ സെൻസർ പുറപ്പെടുവിപ്പിക്കുന്ന ഊർജത്തിൻ്റെ സഹായത്തോടെ വിദൂര സംവേദനം നടത്തുന്നത് പ്രത്യക്ഷ വിദൂര സംവേദനം. നെക്സ്റ്റ്, പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം. പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി ഭൂതല ഛായാഗ്രഹണം അല്ലെങ്കിൽ എന്താണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, ആകാശീയ വിദൂര സംവേദനം ഏരിയൽ റിമോട്ട് സെൻസിങ്, ഉപഗ്രഹ വിദൂര സംവേദനം എന്നിങ്ങനെ, അല്ലെങ്കിൽ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വണ് ഭൂതല ഛായാഗ്രഹണം ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം. അതായത് ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഭൂതല ഛായാഗ്രഹണം. നെക്സ്റ്റ്, ആകാശീയ വിദൂര സംവേദനം ഏരിയൽ റിമോട്ട് സെൻസിങ്. വിമാനങ്ങളിലോ ബലൂണുകളിലോ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്താൽ ആകാശത്തു നിന്നും ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. അപ്പം ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകളിലൂടെ ചിത്രങ്ങൾ പകർത്തുന്നു. അപ്പോൾ വിമാനങ്ങളിലോ ബലൂണുകളിലോ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്താൽ ആകാശത്തു നിന്നും ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതി ആകാശീയ വിദൂര സംവേദനം. നെക്സ്റ്റ്, അതിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്, ഓവർലാപ്പോടു കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങൾ അറിയപ്പെടുന്നത് സ്റ്റീരിയോ പ്ലെയർ എന്നാണ്. അപ്പോൾ എന്താണ് ഓവർലാപ്പ്? ആകാശീയ ചിത്രങ്ങളിലെ തുടർച്ച നിലനിർത്തുന്നതിനും സ്റ്റീരിയോസ്കോപ്പിൻ്റെ സഹായത്താൽ ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കുന്നതിനും വേണ്ടി ഓരോ ആകാശീയ ചിത്രത്തിലും തൊട്ടു മുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിൻ്റെ ഏകദേശം 60% ഭാഗം കൂടി പകർത്തിയെടുക്കുന്നതിനെ ഓവർലാപ്പ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഓവർലാപ്പ് എന്ന് പറയുന്നത്? അതായത് ആകാശീയ ചിത്രങ്ങളിലെ തുടർച്ച നിലനിർത്തുന്നതിനു വേണ്ടിയിട്ട് മുമ്പ് ചിത്രീകരിച്ച ചിത്രപ്രദേശത്തിൻ്റെ ഏകദേശം 60% ഭാഗം കൂടി പകർത്തിയെടുക്കുന്നതിനെയാണ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഓവർലാപ്പോടു കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങൾ സ്റ്റീരിയോ പെയർ എന്നറിയപ്പെടുന്നു. അപ്പോൾ സ്റ്റീരിയോ പെയർ, ഓവർലാപ്പോടു കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളാണ് സ്റ്റീരിയോ പെയർ. ഓവർലാപ്പോടു കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. അപ്പോൾ സ്റ്റീരിയോസ്കോപ്പ് എന്നത് ഓവർലാപ്പോടു കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. ഒരു സ്റ്റീരിയോ പെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന ത്രിമാന ദൃശ്യമാണ് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ. ധരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണത്തിന് ആകാശീയ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ എടുക്കുന്ന ആകാശീയ ചിത്രങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഉപഗ്രഹ വിദൂര സംവേദനം. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ അഥവാ സംവേദകങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയ ഉപഗ്രഹ വിദൂര സംവേദനം. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ അഥവാ സംവേദകങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്നും സൗരസ്ഥിര ഉപഗ്രഹങ്ങളെന്നും രണ്ടായി തിരിക്കുന്നുണ്ട്.
കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്നും സൗരസ്ഥിത ഉപഗ്രഹങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കാം. എന്താണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. അപ്പം ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. അതായത് ഭൂമിയുടെ 1/3 ഭാഗം നിരീക്ഷണ പരിധിയിൽ വരുന്നു. അപ്പോൾ ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് തന്നെ എന്താണ്, ഭൂമിയുടെ 1/3 ഭാഗം ഇതിൻ്റെ നിരീക്ഷണ പരിധിയിൽ വരുന്നുണ്ട്. ഭൂമിയുടെ ഭ്രമണവേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു. ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ സഹായിക്കുന്നു. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുവാനും പ്രയോജനപ്പെടുന്നു. അപ്പം ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ കൊണ്ടുള്ള പ്രയോജനമാണ് വാർത്താവിനിമയത്തിനും അതേപോലെ ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും. അപ്പം ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ. ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ എന്തിനുദാഹരണമാണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. നെക്സ്റ്റ്, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂസ്ഥിര ഉപഗ്രഹത്തേക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് ഉള്ളത്. അപ്പം ഭൂസ്ഥിര ഉപഗ്രഹം 36,000 കിലോമീറ്റർ ദൂരപരിധിയിലാണ്. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ 900 കിലോമീറ്റർ ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് ഇതിനുള്ളത്. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നു. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു. അപ്പം ഇതിന് ഉദാഹരണമാണ് IRS, ലാൻഡ്സാറ്റ് എന്നിവ. IRS, ലാൻഡ്സാറ്റ് എന്നിവ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. നെക്സ്റ്റ്, ഉപഗ്രഹ ചിത്രങ്ങൾ. ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവിനെ ആ വസ്തുവിൻ്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നു. അപ്പോൾ സ്പെക്ട്രൽ സിഗ്നേച്ചർ ഇവിടെ എന്താണ്? കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചുള്ള സെൻസറുകളിൽ ഭൂതലത്തിലെ വിവിധ വസ്തുക്കളെ അവയുടെ സ്പെക്ട്രൽ സിഗ്നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ് വിവരങ്ങൾ സംഖ്യാരൂപത്തിൽ ഭൂതല കേന്ദ്രത്തിലേക്ക് അയച്ച് അവ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ വിശകലനം ചെയ്ത് ചിത്രരൂപത്തിലാക്കുന്നവയാണ് ഉപഗ്രഹ ചിത്രങ്ങൾ. അപ്പം എന്താണ് ഉപഗ്രഹ ചിത്രങ്ങൾ? കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ ഭൂതലത്തിലെ വിവിധ വസ്തുക്കളെ അവയുടെ സ്പെക്ട്രൽ സിഗ്നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ വിവരങ്ങൾ സംഖ്യാരൂപത്തിൽ ഭൂതല കേന്ദ്രത്തിലേക്ക് അയച്ച് അവ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ വിശകലനം ചെയ്യുന്ന ചിത്രങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങൾ. അപ്പോൾ ഇവിടെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്തെന്ന് നോക്കണം. ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ് ആ വസ്തുവിൻ്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിദൂര സംവേദന സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ. വിദൂര സംവേദന സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ്ങിൻ്റെ പ്രയോജനങ്ങൾ കാലാവസ്ഥാ നിർണ്ണയത്തിന് ഉപയോഗിക്കുന്നു, സമുദ്ര പര്യവേഷണത്തിന് ഉപയോഗിക്കുന്നു, ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്നു, വരൾച്ചാബാധിത പ്രദേശങ്ങൾ, വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ തുടങ്ങിയവ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്നു. ഉൾവനങ്ങളിലെ കാട്ടുതീ കണ്ടെത്തുന്നതിനും നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുന്നതിനും വിളകളുടെ വിസ്തൃതി, കീടബാധ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വിളകളുടെ വളർച്ച, കീടബാധയുടെ വ്യാപനം എന്നിവ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്നു. എണ്ണ പര്യവേഷണത്തിനും ഭൂഗർഭജല സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുന്നതിനും ഉപയോഗിക്കുന്നു. വിദൂര സംവേദന സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങളാണ് കാലാവസ്ഥാ നിർണ്ണയം, സമുദ്ര പര്യവേഷണം, ഭൂവിനിയോഗം മനസ്സിലാക്കാം, വരൾച്ചാബാധിത പ്രദേശങ്ങൾ, വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ എന്നിവ കണ്ടെത്താം, ഉൾവനങ്ങളിലെ കാട്ടുതീ കണ്ടെത്തുകയും നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാം,
വിളകളുടെ വിസ്തൃതി, കീടബാധ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഉപയോഗിക്കുന്നു. വിളകളുടെ വളർച്ച, കീടബാധയുടെ വ്യാപനം എന്നിവ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്നു. എണ്ണ പര്യവേഷണത്തിന് ഉപയോഗിക്കുന്നു. ഭൂഗർഭജല സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്നു. അടുത്തതായിട്ട് ജിയോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഭൂവിവര വ്യവസ്ഥ. ജിയോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം. എന്താണ് ഭൂവിവര വ്യവസ്ഥ എന്നത്? ഭൂപടങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, പട്ടികകൾ, സർവേകൾ തുടങ്ങിയ വിവര സ്രോതസ്സുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ നിവേശിപ്പിക്കുന്നതിനും അവയെ വീണ്ടെടുക്കുന്നതിനും വിശകലനം നടത്തുന്നതിനും ഭൂപടങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവയിലൂടെ അവയെ വിശദമാക്കുന്നതിനുമുള്ള ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സഞ്ചയ വ്യവസ്ഥയാണ് ഭൂവിവര വ്യവസ്ഥ. ഭൂവിവര വ്യവസ്ഥ 2 തരം വിവരങ്ങളെ ആധാരമാക്കിയാണ് വിശകലനം ചെയ്യുന്നത്. ഒന്ന് സ്ഥാനീയ വിവരങ്ങളും 2 സ്ഥാനീയ വിവരങ്ങളുടെ വിശേഷണങ്ങളും. ഭൗമോപരിതലത്തിലെ ഓരോ സവിശേഷതകൾക്കും അതിൻ്റേതായ സ്ഥാനമുണ്ട്. നിയതമായ അക്ഷാംശ രേഖാംശ സ്ഥാനമുള്ള ഭൗമോപരിതല സവിശേഷതകളെ സ്ഥാനീയ വിവരങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൗമോപരിതലത്തിലെ ഓരോ സ്ഥാനീയ വിവരത്തെ സംബന്ധിച്ചും കൂട്ടിച്ചേർക്കാവുന്ന അധിക വിവരങ്ങളാണ് സ്ഥാനീയ വിവരങ്ങളുടെ വിശേഷണങ്ങൾ. നെക്സ്റ്റ്, ഭൂവിവര വ്യവസ്ഥയുടെ വിശകലന സാധ്യതകൾ. സ്ഥാനീയ വിവരങ്ങളായും വിശേഷണങ്ങളായും ശേഖരിക്കപ്പെടുന്ന ഭൗമോപരിതല വ്യവസ്ഥകളെ വ്യത്യസ്ത രീതിയിലുള്ള വിശകലനങ്ങൾക്ക് വിധേയമാക്കാൻ ഭൂവിവര വ്യവസ്ഥയ്ക്ക് കഴിയും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഓവർലേ വിശകലനം, ആവൃത്തി വിശകലനം, ശൃംഖലാ വിശകലനം. ഓവർലേ വിശകലനം ഒരു പ്രദേശത്തിലെ വിവിധ ഭൗമോപരിതല സംവിധാനങ്ങളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായി അവയിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന വിശകലനമാണ് ഓവർലേ വിശകലനം. അപ്പം എന്താണ് ഓവർലേ വിശകലനം? ഒരു പ്രദേശത്തിൻ്റെ വിവിധ ഭൗമോപരിതല സവിശേഷതകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായി അവയിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന വിശകലനമാണ് ഓവർലേ വിശകലനം. വിളകളുടെ വിസ്തൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങൾ എന്നിവയൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിശകലനമാണ് ഓവർലേ വിശകലനം. അടുത്തത് ആവൃത്തി വിശകലനം അല്ലെങ്കിൽ ബഫർ അനാലിസിസ്. ഒരു ബിന്ദുവിന് ചുറ്റുമായോ രേഖീയ സവിശേഷതകൾക്ക് ഇരുവശങ്ങളിലും നിശ്ചിത ദൂരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വിശകലനമാണ് ആവൃത്തി വിശകലനം. ഒരു ബിന്ദുവിനെ ചുറ്റി വൃത്താകൃതിയിലും രേഖീയ സവിശേഷതകൾക്ക് വശങ്ങളിലും ഒരു പ്രത്യേക മേഖല സൃഷ്ടിക്കപ്പെടുന്നതാണ് ആവൃത്തി മേഖല എന്ന് പറയുന്നത്. അപ്പം ആവൃത്തി വിശകലനം എന്നത് ഒരു ബിന്ദുവിന് ചുറ്റുമായോ രേഖീയ സവിശേഷതകൾക്ക് ഇരുവശങ്ങളിലും നിശ്ചിത രൂപത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വിശകലനമാണ് ആവൃത്തി വിശകലനം. അപ്പം ഒരു ബിന്ദുവിനെ ചുറ്റി വൃത്താകൃതിയിലും രേഖീയ സവിശേഷതകൾക്ക് വശങ്ങളിലും ഒരു പ്രത്യേക മേഖല സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിനെ ആവൃത്തി മേഖല അല്ലെങ്കിൽ ബഫർ സോൺ എന്ന് പറയുന്നു. അടുത്തത് ശൃംഖലാ വിശകലനം, നെറ്റ്വർക്ക് അനാലിസിസ്. ഭൂപടത്തിലെ രേഖീയ സവിശേഷതകളെ മാത്രമാണ് ശൃംഖലാ വിശകലനത്തിന് വിധേയമാക്കുന്നത്. റോഡ്, റെയിൽവേ, നദികൾ തുടങ്ങിയ രേഖീയ സവിശേഷതകൾ ശൃംഖലാ വിശകലനത്തിന് വിധേയമാക്കുന്നു. അപ്പം ഭൂപടത്തിലെ രേഖീയ സവിശേഷതകളെ മാത്രമാണ് ശൃംഖലാ വിശകലനത്തിന് വിധേയമാക്കുന്നത്. റോഡ്, റെയിൽവേ, നദികൾ തുടങ്ങിയ രേഖീയ സവിശേഷതകൾ ശൃംഖലാ വിശകലനത്തിന് വിധേയമാക്കുന്നു. അടുത്തത് ഉപഗ്രഹ അധിഷ്ഠിത ഗതി നിർണയ സംവിധാനങ്ങൾ, സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം. ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനങ്ങൾ ഭൗമോപരിതല വസ്തുക്കളുടെ സ്ഥാനവും ഗതിയും കണ്ടെത്താൻ ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു.
ഭൂപട നിർമ്മാണം, ഗതാഗതം തുടങ്ങിയ അനേകം മേഖലകളിൽ ഇത് പ്രയോജനപ്പെടുത്തുന്നു. ഭൗമോപരിതലത്തിലെ വസ്തുക്കളുടെ സ്ഥാനവും ഗതിയും കണ്ടെത്താൻ ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണ്ണയ സംവിധാനം ഉപയോഗിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GPS എന്നത് അമേരിക്കൻ ഐക്യനാടുകളിലെ ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണ്ണയ സംവിധാനമാണ്. GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. റഷ്യ വികസിപ്പിച്ചെടുത്ത ഗതിനിർണ്ണയ ഉപഗ്രഹ സംവിധാനമാണ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. റഷ്യ വികസിപ്പിച്ചെടുത്ത ഗതിനിർണ്ണയ ഉപഗ്രഹം ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ക്വാസി സെനിത് സാറ്റലൈറ്റ് സിസ്റ്റം, QZSS, ക്വാസി സെനിത് സാറ്റലൈറ്റ് സിസ്റ്റം. ജപ്പാൻ വികസിപ്പിച്ച റീജിയണൽ നാവിഗേഷൻ സിസ്റ്റമാണിത്. യൂറോപ്യൻ യൂണിയൻ്റെ ഗതിനിർണ്ണയ ഉപഗ്രഹ സംവിധാനമാണ് ഗലീലിയോ. ഗലീലിയോ എന്നത് യൂറോപ്യൻ യൂണിയൻ്റെ ഗതിനിർണ്ണയ ഉപഗ്രഹ സംവിധാനമാണ്. അടുത്തതായിട്ട് വിദൂര സംവേദനം ഇന്ത്യയിൽ. ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ ഉപയോഗം 1924 ആരംഭിച്ചത്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ദിനം ഓഗസ്റ്റ് 12 നാഷണൽ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത്. വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 12. ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയുടെ എല്ലാം പൂർണ്ണമായ ചുമതല വഹിക്കുന്ന സ്ഥാപനമാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ, ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ, ഹൈദരാബാദ്. അടുത്തായിട്ട് ബഹിരാകാശ സാങ്കേതിക വിദ്യ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുന്ന സ്ഥാപനങ്ങൾ ഏതെല്ലാം? ഇതിൽ ഭാരതീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം, ISRO, ബഹിരാകാശ വകുപ്പ്, സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ. ഇന്ത്യയുടെ ആദ്യത്തെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമാണ് IRS-1A. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത റഡാർ ഇമേജിംഗ് ഉപഗ്രഹം റീസാറ്റ്-1. ഇന്ത്യയുടെ ഗതിനിർണ്ണയ ഉപഗ്രഹം നാവിക്. അടുത്തതായിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഏതാണ്? IRNSS. IRNSS ഇത് ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ്. 2022 HSA ക്വസ്റ്റ്യനാണ്. HSA സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യനാണ്. ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഏത്? IRNSS. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.